ഹാലേലുയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആത്മാവിൻ്റെ ദൂത് എന്ന ശുശ്രൂഷയിലേക്ക് യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെല്ലാവരെയും സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഒരുമിച്ച് പറഞ്ഞ ഹാലേലുയ. ഈ വീഡിയോ എടുക്കുന്ന ലൊക്കേഷനൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ദൈവത്തെ ഓർത്ത് നിങ്ങൾ ലൈക്ക് ചെയ്യണം. അതുപോലെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത് കേട്ടോ. നമുക്ക് ഒരുപാട് സുവിശേഷം ഈ ചാനൽ വഴി അനേകരുടെ ജീവിതത്തിലേക്ക് എത്തിക്കാൻ നിങ്ങളെല്ലാവരും ഈ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ കമൻറ്റുകളെല്ലാം ഈ ചാനൽ വഴി എന്നെ അറിയിക്കണം. നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ നമ്പർ ഞാൻ അതിനകത്ത് ഇട്ടേക്കാം. നിങ്ങൾക്ക് അതിലേക്ക് പ്രാർത്ഥനാ നിയോഗങ്ങൾ അടക്കാവുന്നതാണ്. ഇന്ന് നമ്മൾ ഒരു സ്വർഗസ്നാ പിതാവിൻ്റെ പ്രാർത്ഥന ചൊല്ലി നമ്മൾ കാഴ്ചവെക്കുന്നത് ആഷ്ന കുര്യൻ എന്ന് പറഞ്ഞ ചേച്ചിക്ക് വേണ്ടിയും ആ ചേച്ചിയുടെ ഭർത്താവ് കുര്യൻ ചേട്ടന് വേണ്ടിയും 2 പെമ്മക്കൾക്ക് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. ഒരാൾ ഡോക്ടറേറ്റിന് പഠിക്കുന്നു, ഒരാൾ ഇപ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞു പഠിക്കുന്നു. ആ കുട്ടികളുടെ പഠനത്തിന് വേണ്ടിയും ആ കുടുംബത്തിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങൾ ഉൾപ്പെടുത്തരുതേ, തിന്മേന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. ഹാലേലുയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഇന്ന് ധ്യാനിക്കുന്ന വചനഭാഗം വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം അതിൻ്റെ 9ാം അധ്യായം 2-3 വാക്യങ്ങൾ. 6 ദിവസം കഴിഞ്ഞു യേശു പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെ മാത്രമായി ഒരു ഉയർന്ന മലയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവൻ അവരുടെ മുമ്പിൽ വെച്ച് രൂപാന്തരപ്പെട്ടു. ഹാലേലുയ. ഈശോ പറയാണ്, 6 ദിവസം കഴിഞ്ഞു ഈശോ പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും കൂട്ടിക്കൊണ്ടുപോയി ഒരു ഉയർന്ന മലയിലേക്ക് പോയി. പീഡാനുഭവം അവരുടെ വിശ്വാസത്തിന് പ്രശ്നമാണെങ്കിൽ രൂപാന്തരീകരണം അവരുടെ വിശ്വാസം ആഴപ്പെടാൻ കാരണമാകുക. ഇതിനു മുമ്പ് ഈശോ പറയുന്നുണ്ട്, ഞാൻ ഇങ്ങനെ പീഡിപ്പിക്കപ്പെടും, 3ാം ദിവസം ഉയർത്തെഴുന്നേൽക്കും എന്നൊക്കെ പറഞ്ഞെങ്കിലും അതിലവരുടെ വിശ്വാസത്തിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ഈശോ ഈ മലയിലെ രൂപാന്തരീകരണ സമയത്ത് അവരുടെ വിശ്വാസം കൂടുതൽ ആഴപ്പെടുകയാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലും ചിലപ്പോഴൊക്കെ ഇങ്ങനെ ഒരു വിശ്വാസത്തിൻ്റെ മേഖലയിൽ ചിലപ്പോൾ ഇടർച്ച ഉണ്ടാകും, അല്ലേ? ഈ പറഞ്ഞ കാര്യം സാധിച്ചു കിട്ടുമോ, അല്ലെങ്കിൽ ഞാൻ പ്രാർത്ഥിച്ച കാര്യം എനിക്ക് ലഭിക്കുമോ? അങ്ങനെ നമുക്കൊരു വിശ്വാസത്തിൻ്റെ ഒരു ഇടർച്ച ഉണ്ടാകുമ്പോൾ ഓർക്കണം, ഈശോ 3ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. അപ്പോൾ നമ്മുടെ ജീവിതത്തിലും ഒരു ഉയർച്ചയുണ്ടാകും, നമ്മുടെ ജീവിതത്തിലും ഒരു അഭിവൃദ്ധി ഉണ്ടാകും. നമ്മൾ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ നമുക്ക് നടക്കുമെന്നുള്ളൊരു വിശ്വാസം നമുക്ക് വേണം. അതിന് നമ്മൾ എന്ത് ചെയ്യണം? ഈശോ തൻ്റെ ശിഷ്യന്മാർക്ക് തന്നെ വെളിപ്പെടുത്തി കൊടുത്തതുപോലെ ദൈവം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടലുകൾ തരുമെന്നുള്ള വിശ്വാസം നമുക്കുണ്ടെങ്കിൽ നമ്മുടെ വിശ്വാസ ജീവിതത്തിലും കൂടുതൽ അനുഗ്രഹം നമുക്കുണ്ടാകും. ഈ നിമിഷങ്ങളിൽ ഈ ടോക്ക് കണ്ട് പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും ഞാൻ പ്രത്യേകമായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് വിശ്വാസ ജീവിതത്തിൽ ഇടർച്ചയുള്ള എല്ലാ മക്കൾക്കും ഈശോ ഉദ്ധാനം ചെയ്ത് പിതാവിൻ്റെ വലതുഭാഗത്തിരിക്കുന്നത് പോലെ എല്ലാ മക്കളുടെയും വിശ്വാസ ജീവിതം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഏതെങ്കിലും നിയോഗങ്ങൾ ഈ സമയം അവർ സമർപ്പിക്കുന്നുണ്ടെങ്കിൽ ആ നിയോഗങ്ങളുടെ മേൽ കർത്താവേ നിൻ്റെ വലിയ കരുണയും അനുഗ്രഹം ഉണ്ടായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആമുഖത്തിൽ ഞങ്ങൾ പ്രാർത്ഥിച്ച ആ കുടുംബത്തിന് വേണ്ടിയും ഈ ടോക്ക് കണ്ട് പ്രാർത്ഥിക്കുന്ന എല്ലാ കുടുംബങ്ങളുടെ നിയോഗത്തിന് വേണ്ടി പ്രത്യേകം ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മാധ്യസ്ഥം എല്ലാ കുടുംബങ്ങളും ഉണ്ടാകട്ടെ എന്ന് അപേക്ഷിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ.